മലയാളികളുടെ പ്രിയ സംവിധായകരിൽ ഒരാളാണ് സത്യൻ അന്തിക്കാട്. സത്യൻ അന്തിക്കാടും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒന്നിച്ച സിനിമകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ ഒന്നിച്ച സിനിമകളെല്ലാം നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളാണ്. മാത്രമല്ല അവയിൽ കൂടുതലും സ്ഥിരം സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തവുമാണ്. നോക്കാം സത്യൻ അന്തിക്കാടും മമ്മൂക്കയും ഒന്നിച്ച സിനിമകൾ ഏതെല്ലാമെന്ന്. ചിത്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യൻ അന്തിക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥയും സംഭാഷണവും എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, നീന കുറുപ്പ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1987 പ്രദർശനത്തിനെത്തിയ മലയാള ചിത്രമാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. സെഞ്ച്വറി ഫിലിംസിന്റെ ബാനറിൽ രാജു മാത്യു ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. സുരേഷ് ഗോപി, ഇന്നസെന്റ്, സുകുമാരി, ഗായത്രി അശോകൻ, ശങ്കരാടി, ശ്രീനിവാസൻ, ഇടവേള ബാബു, ജനാർദ്ദനൻ, മാമുക്കോയ, KR സാവിത്രി, ശാന്തകുമാരി, വിജയൻ പെരിങ്ങോട് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ വേഷമിട്ടു. മമ്മൂട്ടി സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലറാണ് അർത്ഥം. വേണു നാഗവള്ളിയുടെ രചനയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രം 1989 റിലീസ് ചെയ്തത്. മമ്മൂട്ടി, ശ്രീനിവാസൻ, മുരളി, ശരണ്യ എന്നിവർക്കൊപ്പം ജയറാം, പാർവതി, മാമുക്കോയ, ഫിലോമിന, മോഹൻരാജ്, തിക്കുറിശ്ശി സുകുമാരൻ നായർ, സുകുമാരി, ജഗന്നാഥവർമ്മ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരും അഭിനയിച്ചു. ജോൺസൺ മാഷാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത്. പ്രിയ സുഹൃത്തിന്റെ കൊലപാതകികളെ കണ്ടെത്തുന്ന നോവലിസ്റ്റായ ബെൻ നരേന്ദ്രൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. 1989 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ഈ ചിത്രം മാറുകയും ചെയ്തു. 1990 ജൂലൈ 19 റിലീസ് ചെയ്ത മമ്മൂട്ടി സത്യൻ അന്തിക്കാട് ചിത്രമാണ് കളിക്കളം. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, മുരളി, ശ്രീനിവാസൻ, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1990 പുറത്തിറങ്ങിയ മലയാള ചിത്രമായിരുന്നു കളിക്കളം. സെൻട്രൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോർജ് മാത്യു ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി നല്ലവനായ ഒരു കള്ളന്റെ വേഷത്തിൽ അഭിനയിക്കുന്നു. സെൻട്രൽ പിക്ചേഴ്സ് തന്നെയാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നതും. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് SN സ്വാമിയും. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കനൽക്കാറ്റ്. നത്തുനാരായണൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിയാദ് കോക്കറാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രചന നിർവഹിച്ചിരിക്കുന്നത് ലോഹിതദാസും. മമ്മൂട്ടിയെ കൂടാതെ മുരളി, ജയറാം, ഇന്നസെന്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഉർവശി, KPSC ലളിത തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് കൈതപ്രവും. 1993 മമ്മൂട്ടി സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗോഡാന്തര വാർത്ത. ശ്രീനിവാസൻ രചന നിർവഹിച്ച ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശശികുമാറാണ്. മമ്മൂട്ടി, ശോഭന, ശ്രീനിവാസൻ, കനക എന്നിവർ അഭിനയിച്ച ഈ ചിത്രം 1993 ക്രിസ്മസിനാണ് റിലീസ് ചെയ്തത്. 1995 ഫാസിലിന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ചിത്രമാണ് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. പ്രിയാരാമനാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചത്. ഇന്നസെന്റ്, തിലകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുകുമാരി എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ. സ്വർഗചിത്ര റിലീസ് ചെയ്ത ഈ ചിത്രം 1995 സെപ്റ്റംബർ 1 തിയേറ്ററിലെത്തിയത്. SN സ്വാമി കഥ എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ ചിത്രമാണ് ഒരാൾ മാത്രം. മമ്മൂട്ടി നായകനെത്തിയ ഈ ചിത്രത്തിൽ സുധീഷ്, ശ്രുതി, ലാലു അലക്സ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് കൈതപ്രവും ഈണം നൽകിയിരിക്കുന്നത് ജോൺസൺ മാഷുമാണ്. ഈ സത്യൻ അന്തിക്കാട് മമ്മൂട്ടി ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമേതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.